Hey guys, welcome back. So 2024 നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ വന്നിട്ട് ഒരു സീരീസ് റെക്കമെൻഡേഷൻ വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ കുറേ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയ തൊട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് അറിയാം ഞാൻ കുറേ അങ്ങനത്തെ സജഷൻ വീഡിയോസ് ചെയ്യുമായിരുന്നു. പിന്നെ കുറച്ച് നാളായിട്ടാണ് കുറച്ച് ഉഴപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലമായിട്ട് ഇച്ചിരി ഉഴപ്പാണ്. സോ മെയിൻ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് വീഡിയോസ് ഞാൻ ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എൻ്റെ മൈക്ക് ഒന്ന് നഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ എനിക്ക് മേടിക്കാനൊരു ചാൻസ് കിട്ടിയില്ല. നമ്മൾ ഈ വർഷം എന്തായാലും അത് മേടിച്ചിരിക്കും. സോ ഇപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും കുടുംബ സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ഓവറാക്കാതെ നമുക്ക് വീഡിയോയുടെ കണ്ണിലേക്ക് നടക്കാം. സോ ഞാനിന്ന് വന്നിട്ട് ഈ ഒരു വീഡിയോയിൽ 2 സീരീസാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ കണ്ടേ. അതിൽ ഫസ്റ്റ് വൺ ബ്രീത്ത് ഇൻ ടു ദ ഷാഡോസ് എന്നാണ് ഈ സീരീസിൻ്റെ പേര്. ഞാൻ കുറേ നാളെടുത്തത് ഫിനിഷ് ചെയ്യാൻ. അത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കുഴപ്പമാണ്. ബട്ട് ഈ ഒരു സീരീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു എന്താ പറയുക കാഴ്ചപ്പാടിൽ അഭിഷേക് ബച്ചൻ്റെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അഭിഷേക് ബച്ചൻ ഒരു നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ടറാണ്. ബട്ട് പുള്ളീനെ ഒരുപാട് ആരും തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ഇങ്ങനൊരു ഫീൽ എനിക്ക് പണ്ടോട്ടേ ഉണ്ട്. സോ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഞാൻ ഈ സീരീസ് കണ്ടപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇഷ്ടപ്പെട്ടു. സോ ഇതിൻ്റെ ജോണർ എന്ന് പറയുന്നത് ക്രൈം ഡ്രാമ ത്രില്ലർ, ഒരു ക്രൈം ത്രില്ലർ ജോണറിലാണ് ഇത് വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ എ ഡിഫറെൻറ്റ് വേ. നമ്മൾ ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഒരു മർഡർ സംഭവിച്ചു അങ്ങനത്തെ ക്രൈം ത്രില്ലർ അല്ല ഇത് കുറച്ചും കൂടി സൈക്കോളജിക്കൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. സോ ഇതിനകത്ത് മെയിൻ ലീഡ് എന്ന് പറയുന്നത് അഭിഷേക് ബച്ചൻ ഒബ്വിയസ്ലി, പിന്നെ നമ്മുടെ നിത്യ മേനൻ ഉണ്ട്, അമിത് സാദ് ഉണ്ട്, ഇവാന കോർ എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞുണ്ട്. അങ്ങനെ നല്ലൊരു കാസ്റ്റിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് സീരീസ് നല്ല എൻഗേജിങ്ങും ആണ്, നമുക്ക് ഒട്ടും തന്നെ ബോറടിക്കില്ല. പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയേണ്ടത് ഫസ്റ്റ് സീസണിനെ കുറിച്ചാണ്. ഫസ്റ്റ് സീസണിൽ എനിക്ക് തോന്നുന്നു 8 എപ്പിസോഡാണ്. ഞാൻ കുറച്ച് നാളായി ഈ ഒരു സീരീസ് കണ്ടു തീർത്തിട്ട്. ആൻഡ് 8 എപ്പിസോഡാണുള്ളത്. എല്ലാം ഒരു 45 മിനിറ്റ്സ് ഡ്യൂറേഷൻ വരുന്ന ഒരു എപ്പിസോഡ്സുമാണ്. ആൻഡ് ഫസ്റ്റ് സീസൺ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പെട്ടെന്ന് തന്നെ തീരണം, നമുക്ക് എന്താ പറയുക പെട്ടെന്ന് തീർക്കണമെന്ന് തോന്നും. പക്ഷെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് സെക്കൻഡ് സീസണിലോട്ട് വരുമ്പോൾ എന്തോ ഇച്ചിരി കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതെന്താണെന്നറിയില്ല. ഞാൻ അതുകൊണ്ടാണ് ഒത്തിരി നാളെടുത്തു സെക്കൻഡ് സീസൺ തീർക്കാൻ. ബട്ട് വേണമെന്ന് വെച്ചാൽ നമുക്ക് തീർക്കായിരുന്നു. എനിക്കെന്തോ ഫസ്റ്റ് സീസണിൽ എന്നെ ഹുക്ക് ചെയ്ത് ഇരുത്തിയ ആ ഒരു എലമെൻറ്റ് സെക്കൻഡ് സീസണിൽ എനിക്ക് കിട്ടാഞ്ഞത് കൊണ്ട് കുറച്ച് ലാഗായിപ്പോയി. ബട്ട് ഓവറോൾ ഒരു നല്ല സീരീസാണ്. എന്തായാലും നമുക്കൊരു വട്ടം കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു സീരീസ് തന്നെയാണ്. ആൻഡ് ഇറ്റ് ഈസ് സ്ട്രീമിംഗ് ഓൺ ആമസോൺ പ്രൈം വീഡിയോ. ഇനി ആമസോൺ ഇല്ലാത്തവർക്ക് അത് എവിടുന്ന് എടുക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. സോ എങ്ങനെയാണെങ്കിലും ഇത് ഒരു വട്ടം അഭിഷേക് ബച്ചൻ്റെ നല്ലൊരു പെർഫോമൻസ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എടുത്ത് നോക്കാവുന്നതാണ്. പിന്നെ നിത്യ മേനൻ്റെ ഇഷ്ടമുള്ളവർക്കും ഇതൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. സെക്കൻഡ് വൺ നമ്മൾ പറയാൻ പോകുന്നത് ദൂത എന്ന് പറഞ്ഞൊരു സീരീസാണ്. ഇതും വന്നിട്ട് ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസാണ്. ഇത് റീസെൻ്റ്ലി 2023 റിലീസായതാണ്. ഒരു ഡിസംബർ 2 months ആവുന്നതേ ഉള്ളൂ റിലീസായിട്ട്. ഇതിനകത്ത് നാഗചൈതന്യമുണ്ട്, പാർവതി തിരുവോത്തുണ്ട്, പ്രാചി ദേശായി ഉണ്ട്, പ്രിയ ഭാവനി ശങ്കർ ഉണ്ട്. അങ്ങനെ കുറച്ച് നല്ല നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ആണ് ഇതിൽ. നാഗചൈതന്യ ബേസിക്കലി എനിക്ക് വലിയ താല്പര്യമുള്ള ഒരു ആക്ടർ അല്ല. ഞാൻ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഞാൻ തെലുഗു മൂവി അങ്ങനെ കാണാറുള്ള വ്യക്തിയല്ല. അതുപോലെ കേട്ട് നല്ലൊരു എന്താ പറയുക റിവ്യൂ ഒക്കെ ഉണ്ടെങ്കിലേ ഞാൻ കാണാറുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നാഗചൈതന്യയുടെ പടം ഒത്തിരി കണ്ടിട്ടില്ല. കണ്ടതൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യമായിട്ടും തോന്നിയിട്ടില്ല. സോ പുള്ളിയുടെ നല്ലൊരു വേറിട്ടൊരു പെർഫോമൻസ് എനിക്ക് ഈ ഒരു സീരീസിൽ കാണാൻ സാധിച്ചു. അഗൈൻ ദിസ് സീരീസ് ഓൾസോ കംസ് അണ്ടർ ക്രൈം ത്രില്ലർ. പക്ഷെ ഇതും ഒരു എന്താ പറയുക സ്ഥിരം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മർഡർ അങ്ങനത്തെ ഒരു ക്രൈം ത്രില്ലർ അല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുകയും ചെയ്യും. ഇത് നമ്മളെ ഹുക്ഡപ്പ് ചെയ്ത് എന്തായാലും ഇരുത്തും സ്ക്രീനിൻ്റെ മുന്നിൽ. ഞാൻ പെട്ടെന്ന് ഒരു വിത്തിൻ 2 days ആണ് തീർത്തത്. 2 days പോലും വേണ്ട. എനിക്ക് ജോബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അത്രയും ലാഗ് വന്നത്. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം മതി. കാരണം 8 എപ്പിസോഡേ ഉള്ളൂ, ഒരു സീസൺ ഇറങ്ങിയിട്ടുള്ളൂ. ആൻഡ് ഒബ്വിയസ്ലി ദർ ഇസ് ചാൻസ് ഫോർ സെക്കൻഡ് സീസൺ. ആ ഒരു രീതിയിലാണ് ഇത് എൻഡ് ചെയ്ത് വെക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പാർവതിയുടെ പെർഫോമൻസ് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് പുള്ളിക്കാരത്തി ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ ഭംഗിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് വ്യത്യസ്തമാണ്. ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയിപ്പോവും. സോ ഇതും പ്രൈം വീഡിയോയിൽ ആമസോൺ പ്രൈം വീഡിയോയിൽ സ്ട്രീമിംഗ് ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി പ്രൈം വീഡിയോ ഇല്ല എന്നുള്ളവർ അത്
നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഡൗൺലോഡ് ചെയ്ത് കാണുക. സോ അതൊക്കെയാണ് എനിക്ക് ഈ ഒരു സീരീസിനെ പറ്റി പറയാനുള്ളത്. ഇത് കുറച്ചും കൂടി എന്താ പറയുക, സോഷ്യൽ മെസ്സേജും കൂടിയുണ്ട് ഈ ഒരു ദൂത എന്ന് പറഞ്ഞ സീരീസിൽ. ആൻഡ് IMDbയിൽ 7.8 റേറ്റിംഗ് ഉണ്ട്. നമ്മുടെ ബ്രീത്ത് ഇൻ ടു ദ ഷാഡോസിനും 7.8 ആണ് IMDbയിൽ റേറ്റിംഗ് ഉള്ളത്. സോ ഇറ്റ്സ് എ നോട്ട് ബാഡ് സീരീസ്. Both of them you can catch it on Amazon Prime Video, and definitely let me know how you liked it in the comment section. Also, I'll try to better the quality of my video. First thing to that will adding up a mic, and I have to definitely do that. ഇപ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ ഇവിടെ മഴ പെയ്യാനുള്ളൊരു ഫീലാണ്. സോ കാറ്റൊക്കെ വരുന്നതിൻ്റെ ഒച്ച എനിക്ക് റെക്കോർഡ് ആവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ ഒരു കാര്യം കൊണ്ടാണ് എനിക്ക് ലോങ് വീഡിയോ ചെയ്യാൻ പൊതുവെ മടി തോന്നാറ്. അപ്പോൾ തന്നെ നമ്മൾ പിന്നെ കുറച്ച് എന്താ പറയുക, ഷോർട്ട് വീഡിയോസിൽ നമ്മൾ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ചെറിയൊരു ഡയറ്റ് നോക്കുന്ന ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാരണം അപ്പം ഞാൻ എന്താ കഴിക്കുന്ന ഒരു എൻ്റെ മീൽസ് എന്നെ സംബന്ധിച്ചൊരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഷോർട്സിൽ ഫീഡ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആൻഡ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് തരുന്ന കൂട്ടത്തിൽ തന്നെ ഒന്ന് ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടുപുറത്ത് കിടക്കുന്ന ബെല്ലൈക്കണിൽ ഒരു ഓൾറെഡി കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ അത്രയ്ക്കേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ, ആൻഡ് so until we meet again in the next video, it's a bye from me, Alfie. Take care and bye bye.